ഹായ്, എനിക്ക് പാർവതി മാമിൻ്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏത് ഡൗട്ട് പറഞ്ഞാലും എനിക്ക് ആൻസർ ചെയ്യും, എല്ലാം ക്ലിയറായി പറയും. പിന്നെ എനിക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും റെഡി ആയിരിക്കാം. ഞാൻ പാർവതി ചേച്ചിയുടെ അടുത്താണ് ഡാൻസ് പഠിക്കാൻ പോകുന്നത്. പാർവതി ചേച്ചി എനിക്ക് നല്ലോണം ഡാൻസ് ഒക്കെ പറഞ്ഞു തരും. എനിക്ക് ടീച്ചറുടെ ഡാൻസ് ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി നല്ലോണം ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഡാൻസ് പഠിക്കുന്നത്. ഓൺലൈൻ ക്ലാസ് ആയാലും പാർച്ചേച്ചി നന്നായിട്ട് എല്ലാം പറഞ്ഞു തരും. ഈ പാർച്ചേച്ചിയുടെ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സ്റ്റെപ്പൊക്കെ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരും. ഞങ്ങൾ പറയുന്ന പാട്ടെല്ലാം ചേച്ചി ഡാൻസ് ആയിട്ട് കളിപ്പിക്കും. പിന്നെ സ്റ്റെപ്പൊക്കെ അയച്ചു കൊടുത്താൽ ചേച്ചി സൂപ്പർ സ്മൈലിയൊക്കെ അയച്ച് ഞങ്ങളെ സന്തോഷിപ്പിക്കും. ചേച്ചിയുടെ ക്ലാസ് അടിപൊളിയാണ്. ഓരോ സ്റ്റെപ്പും ചേച്ചി വളരെ നല്ലതുപോലെയാണ് മനസ്സിലാക്കി തരുന്നത്. ചേച്ചി വളരെ ഫ്രണ്ട്ലി ആണ്. ചേച്ചിയുടെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അകലത്തിലിരുന്നിട്ടും അടുത്തിരുന്നുള്ള ക്ലാസ്സിൻ്റെ ഫീൽ തരുന്ന ഈ നൃത്ത പഠനം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവർ ഓൺലൈൻ ക്ലാസ് ഈസ് വെരി ഗുഡ്. ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും നേരിട്ട് പഠിക്കുന്ന പോലെ പാർച്ചേച്ചി എല്ലാം നന്നായി മനസ്സിലാക്കി തരുന്നുണ്ട്. ഇനി എത്ര വലുതായാലും എനിക്ക് പാർച്ചേച്ചിയെടുത്ത് നിന്ന് ഡാൻസ് കളിക്കാനാണ് ആഗ്രഹം. ചേച്ചിയുടെ ക്ലാസ് നല്ല രസമാണ്. ചേച്ചി പഠിപ്പിക്കുന്ന എല്ലാം നമുക്ക് നല്ലവണ്ണം മനസ്സിലാകുന്നുണ്ട്. ചേച്ചിയുടെ ഇപ്പോൾ നമ്മൾ വല്ല ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ ചേച്ചി അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരും. ചേച്ചി നല്ല ഫ്രണ്ട്ലി ആണ്. ചേച്ചിയുടെ നമ്മളിപ്പോൾ എല്ലാം ചോദിക്കുകയാണെങ്കിൽ ചേച്ചി നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത്. ചേച്ചിയുടെ ക്ലാസ്സൊക്കെ ഭയങ്കര എനർജറ്റിക് ആണ്. നമുക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഡൗട്ട് അങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ക്ലാസ് ടൈമിലാണെങ്കിൽ ചേച്ചി അത് അപ്പോഴേ നമുക്ക് പറഞ്ഞു തരും. പറഞ്ഞു തന്നിട്ട് നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് പിന്നെ ചേച്ചി അടുത്ത സ്റ്റെപ്പിലോട്ടൊക്കെ പോകത്തുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ വാട്സപ്പിലാണ് എന്തെങ്കിലും മെസ്സേജൊക്കെ ഇടുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വോയിസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും മെസ്സേജൊക്കെ ഇടുവാണെങ്കിൽ ചേച്ചി അത് അപ്പോഴേ കളിച്ചിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അയച്ചു തരും. പാർച്ചേച്ചി പഠിപ്പിക്കുന്ന എല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഏത് പാട്ടാണോ വേണ്ടത് അത് പാർച്ചേച്ചി അടുത്ത് പറഞ്ഞാൽ മതി. പാർച്ചേച്ചി അതിന് നല്ല സൂപ്പർ സ്റ്റെപ്പ് ഇട്ട് നമ്മളെ പഠിപ്പിക്കും. പാർച്ചേച്ചിയുടെ സഹായത്തോടെ എനിക്ക് ഒരുപാട് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഓൺലൈൻ ഡാൻസ് ക്ലാസ്സിൽ ചേരുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ ഓൺലൈൻ ഡാൻസ് ക്ലാസ്സിൽ ചേർന്നപ്പോൾ ടെൻഷനൊക്കെ മാറി. പിന്നെ ഡാൻസിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പ്രാക്ടീസ് സെക്ഷനും മനസ്സിലാവുന്നുണ്ട്. ഒരു ഡാൻസ് പഠിച്ചു കഴിയുന്നവരെ പാർവതി ചേച്ചി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ മകൾക്ക് 5 വയസ്സാണ് ആയിട്ടുള്ളത്. ടീച്ചറിൻ്റെ അടുത്ത് 1 മാസമായിട്ട് പഠിക്കുന്നുണ്ട്. ആദ്യം വെർച്വലായിട്ട് എത്രത്തോളം ഈ 5 വയസ്സുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് നല്ല ഡൗട്ടായിരുന്നു. പക്ഷേ ടീച്ചറിൻ്റെ അടുത്ത് വിട്ടുകഴിഞ്ഞ് ടീച്ചർ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നതും അത് കഴിഞ്ഞിട്ട് ഓഫ്ലൈനായിട്ട് നമ്മൾ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുന്നത് ഡൗട്ടൊക്കെ ഓരോ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്നതും ഇങ്ങനെ പറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഓരോ കുട്ടിക്കും അവരുടെ ഏജ് അനുസരിച്ച് ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞു തരുന്നത് ശരിക്കും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചറിന് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. ശരിക്കും ഞാൻ എടുത്ത തീരുമാനം നല്ലതായിരുന്നു എനിക്ക് ഇപ്പം തോന്നുന്നു. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പാർച്ചേച്ചിയുടെ അടുത്ത് തന്നെ നിന്ന് ഡാൻസ് കളിക്കുന്നത് പോലെ തന്നെയാണ് തോന്നുന്നത്. നമ്മൾ വാട്സപ്പിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചാലോ എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിച്ചാലോ പാർച്ചേച്ചി അപ്പം തന്നെ കേട്ടിട്ട് നമുക്ക് റിപ്ലൈ തരാറുണ്ട്. നമ്മൾ പ്രാക്ടീസ് വീഡിയോ ഇട്ട് കൊടുത്താൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പാർച്ചേച്ചി അപ്പം തന്നെ നമുക്കത് പറഞ്ഞു തരും. നമ്മൾ എന്തെങ്കിലും പ്രാക്ടീസ് വീഡിയോ ഇട്ട് കൊടുത്തില്ലല്ലോ പാർച്ചേച്ചി നമ്മളെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക, എന്താ ഇട്ട് തരാതെന്നൊക്കെ ചോദിക്കും. പാർവതി ഡാൻസ് സ്റ്റുഡിയോയിൽ ചേർന്നിട്ട് 1 മാസത്തോളമായി. ലേറ്റായാണ് കയറിയെങ്കിലും ബാക്കിയുള്ളവരോട് എത്തുവാൻ വേണ്ടി ചേച്ചി കുറേ വീഡിയോസ് എനിക്ക് അയച്ചു തന്നു. തിരിച്ച് അതിൻ്റെ പ്രാക്ടീസ് വീഡിയോ ഞാൻ അയക്കുമ്പോഴേക്കും അതിനകത്തുള്ള തെറ്റുകൾ തിരുത്തി എനിക്ക് വോയിസ് നോട്ട് അയക്കുമായിരുന്നു. അതുകൊണ്ട് എല്ലാം കൊണ്ടും പാർവതി ഡാൻസ് സ്റ്റുഡിയോ എന്ന ഡാൻസ് സ്കൂളിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ അനിയത്തിയാണ് ചേച്ചിയുടെ ക്ലാസ്സിന് ആദ്യം ജോയിൻ ചെയ്തത്. ചേച്ചി ആ പഠിപ്പിക്കുന്ന രീതി, മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയും എല്ലാം കണ്ടാണ് ഞാൻ ആ ക്ലാസ്സിന് ജോയിൻ ചെയ്തത്.
ഞാൻ ആ ബാച്ചിൽ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തെങ്കിലും ചേച്ചി എനിക്ക് അവരുടെ കൂടെ എത്താൻ ചേച്ചി എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തു. മാക്സിമം വീഡിയോസും മാക്സിമം സ്ലോഗനുള്ള വീഡിയോസും എല്ലാം അയച്ചെന്ന് ചേച്ചി എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ എത്താൻ എന്നെ സഹായിച്ചു. ചേച്ചി പഠിപ്പിക്കുന്ന വീഡിയോ നമ്മൾ പ്രാക്ടീസ് വീഡിയോ ആയിട്ട് അയച്ചു കൊടുത്താൽ ചേച്ചി നമുക്ക് അത് തെറ്റ് തിരുത്തി മനസ്സിലാക്കി തരാറുണ്ട്. ചേച്ചി ഏത് രാത്രിയാണെങ്കിലും നമുക്കത് റിപ്ലൈ തരാറുണ്ട്. അതാണ് ചേച്ചിയുടെ മെയിൻ ആയിട്ടുള്ള ചേച്ചിയുടെ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ചേച്ചിയുടെ ക്ലാസ് ഒരിക്കലും നമുക്ക് മടുപ്പ് തോന്നാറില്ല. കാരണം ചേച്ചി ക്ലാസിക്കൽ മാത്രമല്ല സെമി ക്ലാസിക്കലും പഠിപ്പിക്കാറുണ്ട്. ചേച്ചിയുടെ ക്ലാസ് ഒരിക്കലും എനിക്കൊരു ബോറായിട്ട് തോന്നിയിട്ടില്ല. ചേച്ചീനെ കുറിച്ച് എപ്പോഴും എനിക്ക് നല്ല അഭിപ്രായമേ ഉള്ളൂ. ഞങ്ങളുടെ ബാച്ച് തുടങ്ങിയത് ജൂണിലാണ്. ഇതുവരെയായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. എല്ലാറ്റിനും ഉപരി ഞങ്ങൾക്ക് വളരെ ഡെഡിക്കേറ്റഡ് ആൻഡ് സിൻസിയർ ആയിട്ടുള്ള ഒരു അധ്യാപികയെ കിട്ടിയെന്നുള്ളതാണ്. അമ്മമാർക്കും കുട്ടികൾക്കും നൃത്തം പഠിക്കണമെന്ന് ആത്മാർത്ഥമായിട്ടൊരു ആഗ്രഹമുണ്ടെങ്കിൽ ഈ ക്ലാസ് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. നമ്മൾക്ക് എന്ത് ഡൗട്ടും തുറന്ന് ചോദിക്കാവുന്ന, അത് ഇപ്പോൾ അടവിനെ കുറിച്ചായാലും നമ്മൾ ഒരു ഭാഗം ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടീസ് വീഡിയോ അയച്ചു കൊടുക്കുക. അതിന് വിത്തിൻ 24 hours ഉറപ്പായിട്ടും നമ്മുടെ അധ്യാപിക പാർവതി അതിന് റിപ്ലൈ തന്നിരിക്കും. എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾ നൃത്തം പഠിക്കണമെന്ന ആഗ്രഹം ഞങ്ങളുടെ അധ്യാപികയ്ക്കാണ്. ഞങ്ങൾക്ക് വീക്ക്ലി 2 hours ആണ് ക്ലാസ് കിട്ടുന്നത്. അതിൽ 1 hour അടവ് ക്ലാസ്സും 1 hour എക്സ്ട്രാ ഒരു സിനിമാറ്റിക് ഡാൻസും ആയിട്ടാണ് പോകുന്നത്. ഞങ്ങളെ തീരെ ബോറടിപ്പിക്കാതെ തന്നെ ക്ലാസ് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞങ്ങളെ വെച്ചിട്ട് ഒരു ഓണത്തിന് ഒരു ഫ്യൂഷൻ ഡാൻസ് യൂട്യൂബിലിട്ടായിരുന്നു. അത് സത്യം പറഞ്ഞ സക്സസ് ആവുമെന്ന് ഞങ്ങൾക്ക് എനിക്ക് എത്രത്തോളം ആവും എന്നൊരു ഒരു പേടി അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിപ്ലൈ ഒരുപാട് പേരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യം ഒരുപാട് പേര്, ഞാനാണ് പഠിക്കുന്ന ഒരാളാണ്, ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഇടയിലും ഞങ്ങൾ വീക്കിലി ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഞങ്ങളുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് പറയേണ്ടത് ഞങ്ങളുടെ അധ്യാപികയുടെ ഒരു ഡെഡിക്കേഷൻ തന്നെയാണ്. ഓൺലൈനായിട്ട് ഡാൻസ് പഠിക്കുമ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആവും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമോ, ഇങ്ങനെ കുറേ ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡാൻസ് ക്ലാസ്സിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ, ചേച്ചിയുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചൊക്കെ കോൺഫിഡൻസ് ആയി തുടങ്ങിയ നമ്മളെ കൊണ്ടൊക്കെ പറ്റുമെന്നൊരു തോന്നലായി. ഇൻ കേസ് നമുക്ക് പറ്റത്തില്ല എന്ന് തോന്നിയാൽ പോലും ചേച്ചി നമ്മളോട് കാണിക്കുന്ന ഒരു സിൻസിയറിറ്റിയൊക്കെ കാണുമ്പോൾ, ചേച്ചി തരുന്നൊരു പോസിറ്റിവിറ്റിയൊക്കെ കാണുമ്പോൾ നമ്മളെക്കൊണ്ട് ഇത് പറ്റും എന്ന് തന്നെ നമുക്ക് തോന്നും. അത്രയ്ക്ക് നല്ല ഫ്രണ്ട്ലിയാണ് ആ ക്ലാസ്സൊക്കെ. ചേച്ചി ഭയങ്കര പോസിറ്റീവാണ് എപ്പോഴും. ക്ലാസ്സും അതുപോലെ തന്നെയാണ്, ഒട്ടും ബോറില്ലാതെ എപ്പോഴും നല്ല ജോളിയായിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് ക്ലാസ് കൊണ്ടുപോകുന്നത്. എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഓൺലൈൻ ക്ലാസ്. എനിക്ക് ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അന്നൊന്നും സാധിച്ചിട്ടില്ല. ഇപ്പോൾ PG കഴിഞ്ഞിട്ടാണ് ഞാൻ പാർവതി ചേച്ചിയുടെ ഡാൻസ് സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ആദ്യം ചേച്ചിയെ കോൺടാക്ട് ചെയ്യുമ്പോൾ ചേച്ചി തന്ന പോസിറ്റീവ് എനർജി, ഏജ്, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഡാൻസ് പഠിക്കുന്നതിനൊരു പ്രശ്നമേ അല്ല എന്ന് ചേച്ചി, അത് ഓൺലൈൻ ഓഫ്ലൈൻ അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് ചേച്ചി പറഞ്ഞ് ആ ഒരു ധൈര്യത്തിന് പുറത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് ഒരു ക്ലാസ് കഴിയുമ്പം 2-3 ദിവസത്തിനകം ആ ക്ലാസ് ഫുൾ റെക്കോർഡഡ് വീഡിയോ ആയിട്ട് നമുക്ക് ഓരോരുത്തർക്ക് അയച്ചു തരാൻ പാർവതി ചേച്ചി എടുക്കുന്ന എഫേർട്ടിൻ്റെ റിസൾട്ടാണ് നമുക്ക് ഈ 4 മാസം കൊണ്ട് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ഡാൻസ് പഠിച്ചു, ഭയങ്കര സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കുമെന്ന് വിചാരിച്ച കാര്യമേ അല്ല, എന്നെങ്കിലും നടക്കുമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് നടക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു കാര്യമായിരുന്നു. ഞങ്ങളിൽ ഒരു ഭൂരിഭാഗം പേർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അമ്മമാരുൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടേത്. അപ്പോൾ നമ്മുടെയൊക്കെ നടക്കുമെന്ന് ഉറപ്പില്ലാത്തൊരാഗ്രഹമാണ് ചേച്ചിയുടെ ഇനിഷ്യേറ്റീവിലൂടെ നമുക്ക് നടക്കുന്നത്, അതും ഓൺലൈനായിട്ട് തന്നെ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ. നല്ല ക്ലാസ്സാണ്, ഭയങ്കര ക്ഷമയാണ്, എന്ത് ചോദിച്ചാലും ഒക്കെ ഇത് പറഞ്ഞു തരും. പിന്നെ ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ നല്ല മോട്ടിവേഷൻ തരും. അത് ചെയ്താൽ അങ്ങനെ ആവും, നിങ്ങൾക്ക് പറ്റും, അങ്ങനെ എന്ത് ചെയ്താലും അയ്യോ അങ്ങനെ പറ്റില്ല എന്ന് പറയേണ്ട, നിങ്ങൾക്കത് പറ്റും, എനിക്കറിയാം. ഇപ്പോൾ കൈവേദന, ആദ്യമൊക്കെ എനിക്കും ഭയങ്കര കൈവേദനയായിരുന്നു, പിന്നെ അത് ശരിയാവും, നിങ്ങൾ 5 മിനിറ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി. അങ്ങനെ പറയുമ്പോൾ ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും, ഒരു എനർജി കിട്ടും. പിന്നെ നല്ല ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത് അയച്ചു തന്നാലും അതിനൊക്കെ നല്ല രീതിയിൽ പറഞ്ഞുതരും. അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇങ്ങനെ ഒരു ഓൺലൈനിൽ ഇങ്ങനെ ക്ലാസ് കൊണ്ടുവന്നതും ഇങ്ങനെ ഞങ്ങളെ പോലുള്ളവരൊക്കെ പഠിപ്പിച്ച് തരുന്നതിന് ഒത്തിരി താങ്ക്സ്. എൻ്റെ പേര് ജിജി.
എനിക്ക് 53 വയസ്സായി. ഞാൻ കൊച്ചിലെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് അന്ന് സ്കൂളുകളിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ കുറേ നാളുകളായിട്ട് അതുമായിട്ട് യാതൊരു ടച്ചും ഇല്ലായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾ ഇതുപോലെ കുറച്ച് നാൾ ഞാനും എൻ്റെ സിസ്റ്റേഴ്സ് 2 പേരുണ്ട്, ഞങ്ങൾ എല്ലാവരോടും ഒരു ഡാൻസൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ നമുക്ക് പറ്റുന്ന ഒരു ഇത് തന്നെ അന്ന് തൊട്ട് ഇങ്ങനെ നേരത്തോട്ട് പഠിക്കണം എന്നുള്ള അതിനുള്ളൊരു ഇത് കിട്ടുന്നില്ല, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരുന്ന് നമ്മൾ ഇതുപോലെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം എന്നും പറഞ്ഞ് അങ്ങനെ കുറേ നേരം നോക്കി. അങ്ങനെ എനിക്ക് നമ്മുടെ അടുത്തുള്ളൊരു കുട്ടിയെ കിട്ടി. അപ്പോൾ അവിടെ നിന്നിട്ട് പക്ഷേ ഈ കൊറോണ കാരണം ക്ലാസ് പഠിപ്പിക്കാൻ പറ്റുന്നില്ല അതൊന്നും. പിന്നെ ഞാൻ ഓൺലൈനിൽ പഠിച്ചു നോക്കിയിട്ട് പക്ഷെ എന്തോ എനിക്കങ്ങ് പറ്റുന്ന നമ്മൾ ഇത്രയും പ്രായമായപ്പോൾ എനിക്ക് പറ്റത്തില്ല എന്ന് വെച്ചാൽ ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ പിന്നെ ഞാൻ യൂട്യൂബ് നോക്കുമ്പോഴാണ് ഇങ്ങനെ പാർവതിയുടെ ചാനൽ കാണുന്നതും അതിനകത്ത് കണ്ട് എനിക്കതൊന്നും ഒത്തിരി ഇഷ്ടമായി. പുള്ളിക്കാരുടെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ചെയ്ത് നോക്കിയപ്പം എനിക്ക് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരോട് ഞാനിങ്ങനെ ചോദിച്ചപ്പം പുള്ളിക്കാരി ചാനലിൽ പറഞ്ഞു ഇനി ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിക്കാരിയായിട്ട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് പറ്റുമോ, ഇപ്പം ചേച്ചി നോക്കുകയെന്ന് പറഞ്ഞു. ഞാൻ 2-3 ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റും. അപ്പോൾ എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനും ഇതുമൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും മനസ്സിലായി എനിക്ക് പറ്റും, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും. കുറച്ച് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തപ്പം അപ്പോൾ പുള്ളിക്കാർ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിക്കും. ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്, നമ്മളത് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രാക്ടീസ് വീഡിയോ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനകത്തുള്ള തെറ്റുകൾ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഒരു പഠിക്കുന്ന ആ ഒരു ഇതൊക്കെ നമുക്ക് എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അനിയത്തിമാരോട് ഞാൻ പറഞ്ഞു, അവർക്കും ഇഷ്ടമായി. അവരും വന്നു. എൻ്റെ ഫ്രണ്ടുണ്ട്, ഞങ്ങൾ ഒരു 3-4 പേരും ഞങ്ങൾ ചേർന്നു. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും. നമ്മളെക്കൊണ്ട് പറ്റിയല്ലാന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ എനിക്ക് ഇരുന്നും എഴുന്നേറ്റും ഒക്കെ ജമ്പ് ചെയ്യണതൊക്കെ പാടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കതൊക്കെ കുറേ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കായി തുടങ്ങി. പാർവതിയുടെ ക്ലാസ് നല്ല ക്ലാസ്സാണ്. എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും, അത് കാണിച്ചു തരും. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും പുള്ളിക്കാരി പറഞ്ഞു തരും. നമുക്ക് മനസ്സിലായില്ലെങ്കിലും എത്ര തവണ നമ്മൾ ചോദിച്ചാലും പുള്ളിക്കാരി പറഞ്ഞു തരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ സ്റ്റെപ്സ് മാത്രമുള്ള ഒരു ക്ലാസ് വേറെ അഡീഷണലായിട്ട് ചെയ്തു തരും. അങ്ങനെ എന്താണെങ്കിലും എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി. എൻ്റെ പേര് ഡോക്ടർ അനീഷ. ഞാൻ NS ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഓങ്കോളജിസ്റ്റാണ്. ഞാനും എൻ്റെ മകളും ഓൾമോസ്റ്റ് 4 months ആയിട്ട് പാർവതി അണ്ടറിൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ആദ്യം എൻ്റെ മോള് ഓൺലൈൻ കോഴ്സ് കാരണം ഈ ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ട് നമുക്കത് പറ്റുന്നുണ്ടായിരുന്നു. മോക്കിപ്പം 6 വയസ്സായി. അപ്പോൾ പക്ഷേ അങ്ങനെ പാർവതിയിൽ സംസാരിച്ചപ്പോഴാണ് പാർവതി പറഞ്ഞത് ചേച്ചിക്കും പഠിക്കാം. എനിക്ക് ആക്ച്വലി ഇപ്പോൾ 32 years ആയി, 2 കുട്ടികളുണ്ട്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായിരുന്നു, എനിക്കിത് പഠിക്കാൻ പറ്റുമോ, കാരണം ഇപ്പം ഏജുമൊക്കെ ആയി, പിന്നെ ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും, ബോഡിയൊക്കെ ഫ്ലെക്സിബിൾ ആവും എന്നൊക്കെ കൺഫ്യൂഷനായിരുന്നു. പക്ഷേ പാർവതി വളരെ കോൺഫിഡൻസ് വന്നു. നമുക്ക് കംഫർട്ടബിളായിട്ട് ഡാൻസ് പാർവതി അണ്ടറിൽ എനിക്ക് പഠിക്കാൻ പറ്റി. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള വളരെ ഡെഡിക്കേറ്റ് ആയിട്ടുള്ളൊരു ടീച്ചറാണ്. ഞാൻ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിനും അവരുടെ മക്കൾക്കും എല്ലാം റെക്കമെൻഡ് ചെയ്യുന്നു. എൻ്റെ പേര് മാലിനി. ഞാൻ പാർവതിയുടെ ഓൺലൈൻ ഡാൻസ് ക്ലാസ്സിൽ ചേർന്നിട്ട് 5 മാസമായി. വളരെയധികം നല്ല ക്ലാസ്സാണ്. പാർവതി അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്ത് സംശയം ചോദിച്ചാലും അപ്പം ഉത്തരം വരും. വാട്സപ്പിലൂടെ നമുക്ക് വീഡിയോസ് അയച്ചു തരും ക്ലാസ് കഴിഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ കളിച്ചിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് തെറ്റുണ്ടെങ്കിലും അത് കറക്റ്റ് ചെയ്ത് തരും. വളരെയധികം നല്ല ക്ലാസ്സാണ്. ഹൈലി റെക്കമെൻഡഡ്. എൻ്റെ പേര് മീര എന്നാണ്. ഒരു അധ്യാപികയാണ്. പാർവതിയുടെ ഓൺലൈൻ ഡാൻസ് ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ്റ് കൂടിയാണ്. അപ്പോൾ വളരെ ആശങ്കയോട് കൂടിയിട്ടാണ് ഞാനും ഈ പ്രായത്തിൽ ഡാൻസ് പഠിക്കാനായിട്ട് ഓൺലൈനായിട്ട് ഡാൻസ് പഠിക്കാൻ ചേർന്നത്. പണ്ട് ചെറുപ്പത്തിൽ കുറച്ച് കാലം ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിരുന്നു. പിന്നീട് അത് തുടർന്ന് പോകാനൊന്നും ഇടയായില്ല. പിന്നീട് ഇപ്പോഴാണ് അതിനൊക്കെ സമയം കിട്ടുന്നത്. അപ്പോഴാണ് വീണ്ടും ഇങ്ങനൊരു ക്ലാസ്സിനെ പറ്റി അറിയുന്നതും അതിനകത്ത് ചേരുന്നതും. എല്ലാവരെയും പോലെ ഞാനും ഒരുപാട് ആശങ്കയോടുകൂടി ചേർന്നു. പക്ഷേ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പാർവതി ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി. പിന്നെ ഈ ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ് ആണെന്ന് കരുതി ഓഫ്ലൈൻ ക്ലാസ്സുമായിട്ട് ഒരു വ്യത്യാസവും ഫീൽ ചെയ്യുന്നില്ല. ഞങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർത്ത് തന്ന് ഓരോ ക്ലാസ്സിലും എന്താണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയും എത്ര പോർഷൻ കവർ ചെയ്യണം എന്നുള്ള മുൻ ധാരണയോട് കൂടിയിട്ടാണ് പാർവതി ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും തന്നെ ക്ലാസ് കഴിയുന്നത് മിസ്സാക്കാതെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്.
മാസത്തിലൊരിക്കൽ ഒരു റിവിഷൻ ക്ലാസ് വരാറുണ്ട്. അതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾക്ക് അതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വീണ്ടും പാർവതി റിവൈസ് ചെയ്ത് തരാറുണ്ട്. പിന്നെ അടവുകളൊക്കെ പഠിക്കുന്നതിൻ്റെ ഒരു മുഷിപ്പ് മാറാനായിട്ട് പാർവതി അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സെമി ക്ലാസിക്കൽ ഡാൻസസ് ഞങ്ങളെ പഠിപ്പിച്ച് പോകാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പാർവതി പണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം ഇതിനെ കാണുന്നില്ല എന്നുള്ളതാണ്. വളരെ സീരിയസ് ആയിട്ട് നൃത്തത്തിനെ സമീപിക്കുന്ന ഒരാളാണ് പാർവതി. പാർവതിയുടെ സ്റ്റുഡൻസിൽ നിന്നും അതേ ഗൗരവം പാർവതി പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതുപോലെ ഇത്രയും ഒരു ചെറിയൊരു കുട്ടിയായിട്ട് ഇത്ര നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തി പോകുന്നത് ഓർക്കുമ്പോൾ പാർവതിയെക്കുറിച്ച് ഒരു അധ്യാപിക എന്നുള്ള നിലയിലും ഒരു സ്ത്രീ എന്നുള്ള നിലയിലും തികച്ചും അഭിമാനമാണുള്ളത്. ഞാനും എൻ്റെ മകളും പാർവതിയുടെ ഓൺലൈൻ ഡാൻസ് ക്ലാസ് സ്റ്റുഡൻസാണ്. ഓൺലൈൻ ഡാൻസ് ക്ലാസ്സിൽ ചേർന്നപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് എത്രമാത്രം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ, നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ പറ്റുമോ എന്നുള്ളത്. പക്ഷേ ആ ഒരു കൺഫ്യൂഷൻ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഇത് അത്രയും നല്ല രീതിയിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ഈവൻ തിയറി ആയാലും പ്രാക്ടിക്കലായാലും വളരെ ഡീറ്റെയിൽഡായിട്ടാണ് പാർവതി ക്ലാസ് എടുക്കുന്നത്. ശരിക്കും ഫുള്ളി സാറ്റിസ്ഫൈഡാണ് ഞാൻ. എൻ്റെ മകളെ തുടക്കത്തിൽ തന്നെ ഞാൻ ഈ ക്ലാസ്സിൽ ചേർത്തത് ശരിക്കും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡാണ്. എനിക്കതിൽ ഏറെ സന്തോഷമുണ്ട്. താങ്ക്സ് ടു പാർവതി. എൻ്റെ പേര് ജ്യോതി. ഞാൻ ചെറുപ്പത്തിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ലോക്ക്ഡൗൺ കാലത്താണ് എനിക്ക് ഡാൻസ് പഠനം തുടരണമെന്ന് ആഗ്രഹം തോന്നിയത്. അങ്ങനെ അതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പോൾ എൻ്റെ 2 സിസ്റ്റേഴ്സ് അവർ ഡാൻസ് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓൺലൈനായിട്ടാണ് അവർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓൺലൈൻ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്കൊരു മടി തോന്നി. കാരണം ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആകുമ്പോൾ എത്രമാത്രം നന്നായിട്ട് പഠിക്കാൻ പറ്റുമെന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പിന്നീട് എൻ്റെ ചേച്ചിയാണ് എന്നെ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പാർവതി ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. കാരണം ഓൺലൈൻ ക്ലാസ്സിൻ്റെ യാതൊരു തോന്നലുകളും ഇല്ലായിരുന്നു. ഒരു ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ അത്രമാത്രം എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. കാരണം ടീച്ചറിൻ്റെ ക്ലാസ്സിൽ വളരെ എനിക്ക് തോന്നിയത് ഒരു നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ഒരു നല്ല ഗുരുവിനെ കിട്ടുക എന്നുള്ളൊരു പ്രധാന കാര്യമാണ്. അപ്പോൾ പാർവതി ടീച്ചറിനെ പോലെയുള്ളൊരു ഗുരുവിനെ കിട്ടിയതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടീച്ചറാണ്. ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ 3 മണിക്കൂർ ക്ലാസ്സുകൾ അത് അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പുകളെ പറ്റിയും അതെങ്ങനെയാണ്, അതിൻ്റെ കൈയെടുക്കേണ്ടത് എങ്ങനെയാണ്, കാലുകൾ എങ്ങനെയാണ്, അതുപോലെ കണ്ണുകൾ എങ്ങനെയാണ്, അങ്ങനെ ഓരോ സ്റ്റെപ്പും തറവാക്കി നല്ല കറക്റ്റാക്കി പഠിപ്പിച്ചാണ് ടീച്ചർ ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. അത് ആ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ അതിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കുകയും കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്ന് മനസ്സിലാക്കി ക്ലാസ് എടുക്കുകയും അതോടൊപ്പം തന്നെ അതിനടുത്ത ദിവസം തന്നെ അതിൻ്റെ വീഡിയോ ഇടും. ആ സ്റ്റെപ്പുകൾ ടീച്ചർ തന്നെ കളിച്ചതിൻ്റെ വീഡിയോ ഇടും. ആ വീഡിയോയിലും ഓരോന്നും വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരും. വീണ്ടും ആവർത്തിച്ചത് പറഞ്ഞ് മനസ്സിലാക്കി തരികയും അതിനുശേഷം നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ട് പ്രാക്ടീസ് വീഡിയോ അയച്ചു കൊടുക്കും. അതിനകത്ത് ടീച്ചർ ഓരോന്നും കൃത്യമായിട്ടത് വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ എല്ലാം നമുക്ക് കറക്റ്റ് ചെയ്തു തരും. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം അതിനകത്ത് മൈന്യൂട്ട് കാര്യങ്ങൾ, അതാണ് എനിക്ക് വളരെ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്. അതിനകത്തെ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തന്നത് കറക്റ്റ് ചെയ്യിപ്പിച്ച് വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യിച്ച് അതിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കും. അതിനകത്ത് എന്തെങ്കിലും ഉണ്ട്, അങ്ങനെ പല പ്രാവശ്യം ഈ വീഡിയോകൾ അയച്ചു കൊടുത്ത് അതിൻ്റെ കറക്ഷൻസ് വരുത്തി അങ്ങനെയാണത് എല്ലാം. അതായത് ബേസിക്കായിട്ട് ആ കാര്യങ്ങൾ ഉറപ്പിച്ച് പഠിപ്പിച്ചാണ് പോകുന്നത്. ഹായ്, ഞാൻ ചിപ്പി. പാർവതീസ് ഡാൻസ് സ്റ്റുഡിയോയിലെ ഒരു സീനിയർ വിദ്യാർത്ഥിനിയാണ് ഞാൻ. വളരെ ചെറുപ്പകാലം തൊട്ട് എനിക്ക് നൃത്തത്തിൻ്റെ വശങ്ങൾ അറിയുന്നതിനെക്കുറിച്ചും വളരെയധികം താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും അത് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിൽ എപ്പോഴും സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹമായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ലോക്ക്ഡൗണിൽ പാർവതീസ് ഡാൻസ് സ്റ്റുഡിയോ എന്ന പേരിൽ പാർവതി ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങുകയോ അതിനകത്ത് യൂട്യൂബ് ചാനലിൽ പലതരത്തിലുള്ള നൃത്തത്തിൻ്റെ ബേസിക് വീഡിയോസ് ഇടുകയും ഞാനത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനുശേഷം പാർവതി ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആ
ക്ലാസ്സിന് ജോയിൻ ചെയ്തു. തികച്ചും വളരെ എന്താ പറയുക, ഭയത്തോട് തന്നെയാണ് ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനിരുന്നത്. കാരണം എനിക്ക് നൃത്തത്തെക്കുറിച്ച് യാതൊരു വശവും ഇല്ല, എൻ്റെ ശരീരത്തിൻ്റെ സ്ട്രക്ചറിൽ അതൊരു മാച്ച് ആവുമോ എന്നുള്ള ഭയം, അങ്ങനെ അനാവശ്യമായിട്ട് ഒരുപാട് ഭയത്തോടെയാണ് ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനിരുന്നത്. പക്ഷേ ആ ചിന്തകളെല്ലാം തെറ്റിദ്ധാരണയാണെന്ന് പിന്നീട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ബോധ്യമായി. പാർവതി ഒരു സീനിയർ വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഞങ്ങളോട് എടുക്കുന്ന ആ ഒരു സമീപനം, ഞങ്ങളോട് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെ സ്ട്രക്ചറൊക്കെ വളരെ എഫക്റ്റീവാണ്. കഴിഞ്ഞ ജൂണിൽ സ്റ്റാർട്ട് ചെയ്ത ക്ലാസ്സും ഇപ്പോൾ ഈ ഒക്ടോബറിലായപ്പോഴും ഉണ്ടായ മാറ്റം വളരെ വലുതാണ്. ശരിക്കും വളരെ നന്നായിട്ട് ഓരോ വിദ്യാർത്ഥിനിയും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഓരോ ബേസിക്സും കൃത്യമായിട്ട് പറഞ്ഞു തന്ന് അതിൻ്റെ പ്രാക്ടീസ് വീഡിയോസ് കൃത്യമായിട്ട് അയച്ചു തന്ന് ഞങ്ങളെ മോണിറ്റർ ചെയ്യുന്നതിന് പാർവതി വളരെയധികം എഫേർട്ട് എടുക്കുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലത്തെ ഒരു അവസരം പ്രൊവൈഡ് ചെയ്യുന്നതിനും, ഇത്ര ക്ഷമയോടെ ഇത്ര കാര്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും. ഇങ്ങനത്തെ രീതിയിൽ പോകുന്ന ഈ ക്ലാസ് എനിക്ക് ഉറപ്പാണ്, ഇപ്പോൾ എനിക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും എന്നെപ്പോലെ ആഗ്രഹിക്കുന്നവർക്കും ഭയത്തോടെ നിൽക്കുന്നവർക്കും ഈ ക്ലാസ് ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. നൃത്തം പഠിക്കണമെന്നുള്ള നിങ്ങളുടെ മോഹം ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ യു ക്യാൻ ട്രസ്റ്റ് പാർവതീസ് ഡാൻസ് സ്റ്റുഡിയോ ആൻഡ് യു ക്യാൻ ബി. എൻ്റെ പേര് ജിഷ. ഞാൻ കോട്ടയം കല്ലറയിലാണ് എൻ്റെ വീട്. പാർവതിയുടെ ഡാൻസ് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഡാൻസ് കൊച്ചിലെ മുതലേ പഠിച്ചിട്ടുണ്ട്. പക്ഷെ കുറേ വർഷങ്ങളായിട്ട് ഇപ്പം അങ്ങനത്തെ ഡാൻസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് എൻ്റെ സിസ്റ്റേഴ്സും ഞങ്ങൾ 3 പേരും കൂടി ഡാൻസ് ഇങ്ങനെ വീഡിയോ എടുക്കുകയും അത് കാണുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്കുകൾ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. ഞങ്ങൾക്കത് പെർഫെക്ഷൻ തോന്നിയില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കളിക്കണം എന്നുള്ള ഒരാഗ്രഹമുണ്ടായിരുന്നു, പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാർവതിയുടെ ഡാൻസ് എൻ്റെ ചേച്ചി ഡാൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരികയും ചെയ്തപ്പോൾ ഞാനത് കാണുകയും അത് എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. അത് എന്നാന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും നല്ല മൈന്യൂട്ടായിട്ടുള്ള തെറ്റുകൾ പോലും കണ്ടുപിടിച്ച് അത് ഞങ്ങൾക്ക് തിരുത്തി ഞങ്ങളെ നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് തരുന്ന ഒരു പ്രതീതിയാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്യുകയും പിന്നെ ഞങ്ങൾ ഓരോ ക്ലാസ്സിൻ്റെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പോലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒത്തിരി ബോറായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല, ക്ലാസ് നീണ്ടുപോയാൽ പോലും. പക്ഷെ അതിനിടയ്ക്കൊക്കെ ഓരോ ഡാൻസ് ഞങ്ങൾക്ക് ചെറിയ ചെറിയ ഡാൻസുകൾ ഞങ്ങൾക്ക് ഇട്ട് തന്ന് പഠിപ്പിച്ച് അങ്ങനെ ഞങ്ങൾക്ക് ഓരോ ഡാൻസുകളെക്കുറിച്ച് ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരവസരവും കൂടി പാർവതി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുദ്രകൾ എടുക്കുന്നത് എങ്ങനെയാണ്, കാലുകൾ എങ്ങനെയാണ്, അതിൻ്റെയൊക്കെ പ്രത്യേകം വീഡിയോ, കൈയെടുക്കുന്നത്, കാലെടുക്കുന്നത്, കണ്ണ് നോട്ടം എങ്ങനെയാണ്, അതിൻ്റെ എല്ലാം പ്രത്യേകം വീഡിയോകളെടുത്ത് ഞങ്ങൾക്ക് ക്ലാസ്സിന് ശേഷം ഞങ്ങൾക്ക് അയച്ചു തരികയും അത് ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരികയും ചെയ്ത് ഞങ്ങൾക്ക് നല്ലൊരു ഡാൻസ് കളിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നത് പാർവതിയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും തെറ്റുകൾ ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ഞങ്ങൾക്ക് ആ തെറ്റുകൾ തിരുത്താനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കി തന്ന് പിന്നെയും ഞങ്ങൾ ഡാൻസ് കളിച്ച് ഞങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും, വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് തെറ്റുകളുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾക്ക് തിരിച്ച് പറഞ്ഞു തരികയും ഒക്കെ ചെയ്താണ് പാർവതി ഞങ്ങളെ ഡാൻസ് പഠിപ്പിക്കുന്നത്. ഹായ്, ഒരു ഓൺലൈൻ ഡാൻസ് ക്ലാസ്സിന് ജോയിൻ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് സ്റ്റെപ്പ് പഠിക്കാൻ പറ്റുമോ, നമുക്കൊരു അറ്റൻഷൻ കിട്ടുമോ, ഇങ്ങനത്തെയൊക്കെ കുറേ ഡൗട്ട്സ് എനിക്ക് പാർവതി ഡാൻസ് സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്നു. എനിവേ ഒരു ചാൻസ് എടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തത്. പക്ഷേ എൻ്റെ ആ ഒരു ചിന്തയെല്ലാം തെറ്റായിട്ടുള്ളൊരു ചിന്തയാണെന്ന് പാർവതി എനിക്ക് പ്രൂവ് ചെയ്ത് തന്നു. നമുക്ക് ഓരോ ക്ലാസ് കഴിയും തോറും നമ്മൾ ചെയ്യുന്ന അടവാണെങ്കിലും അത് വീഡിയോ എടുത്ത് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അതിനകത്ത് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ്, നമുക്ക് എന്തെങ്കിലും മൈനർ മിസ്റ്റേക്സ് പോലും നമുക്ക് പറഞ്ഞ് ചേച്ചി അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു തരും. അത് പറഞ്ഞു തരുന്ന രീതിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നത്.
ചിലവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല, ഇതിങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറയും. പക്ഷെ പാർവതി നമുക്ക് മോട്ടിവേഷൻ ചെയ്യും, ചേച്ചി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, കുറച്ചുകൂടെ ബെറ്റർ ആവും, കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആകും എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് തന്നെ ഒന്ന് ചെയ്യാൻ വേണ്ടി തോന്നും. അതുപോലെ തന്നെ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കും, എന്നെക്കൊണ്ട് പറ്റുമോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് വരുമ്പോഴത്തേനും പാർവതി പറയും പറ്റും, ഒന്ന് ചെയ്യാൻ പറ്റും, ശ്രമിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ട് നല്ലതായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. എനിക്കതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി എൻ്റെ മോളെയും ജോയിൻ ചെയ്യിപ്പിച്ചു. അവളും 101% സാറ്റിസ്ഫൈഡ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതി നമുക്ക് അടവ് മാത്രമല്ല, അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ഡാൻസ് കൂടെ പഠിപ്പിച്ചു തരുന്നത് കൊണ്ട് ഞങ്ങളും സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഒരു സന്തോഷം അതുണ്ട്. ഞാൻ പാർവതി ഡാൻസ് സ്റ്റുഡിയോയിൽ 101% സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ മാത്രമല്ല, എൻ്റെ മോളും. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ആദ്യമൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. പക്ഷേ ആദ്യത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായി. അത് പാർവതിയുടെ ക്ലാസ് എടുക്കൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഓരോ കാര്യങ്ങളും ഭയങ്കര നന്നായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. നമുക്കൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കെന്ന് വെച്ചാൽ സംശയം ഉണ്ടാവും, നമുക്ക് പറ്റുമോ ഇല്ലയോ, അങ്ങനെ കുറേ സംശയങ്ങളുണ്ടാവും. ദേഹം വഴങ്ങുമോ, ഒന്നും പേടിക്കാനില്ല. ആദ്യം മുതൽ തന്നെ എല്ലാത്തിൻ്റെയും ബേസിക്സ് പറഞ്ഞു തരും, മുദ്രകളുടെയും അതുപോലെ തന്നെ ഡാൻസിൻ്റെ എല്ലാ ബേസിക്സും പറഞ്ഞു തരും. നമുക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം പറഞ്ഞത്. എല്ലാം ലോ സ്പീഡിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ക്ലാസ്സസ് കഴിയുമ്പോൾ 2 മണിക്കൂറത്തെ ക്ലാസ്സസാണ്. ആ ക്ലാസ് എങ്ങനെയാണ് കഴിയണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒട്ടും ബോറടിക്കുകയില്ല. എല്ലാം പറഞ്ഞു തന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് പാർവതി ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അയച്ചു തരും. അതിലും കൂടാതെ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം, അത് റിപ്ലൈ ചെയ്ത് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെയൊക്കെ ഭയങ്കര എഫോർട്ട് എടുക്കുന്ന ഒരു ടീച്ചറാണ് പാർവതി ടീച്ചർ എന്ന് പറഞ്ഞാൽ. ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ളതാണ്. എത്ര വട്ടം പറയാനും ഒരു മടിയുമില്ല. അതുപോലെ തന്നെ നമുക്ക് ചോദിച്ചാലും നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചെന്ന് പറയാൻ നല്ല ക്ലാസ്സാണ്. അതുപോലെയുള്ള എന്നെ പോലെയുള്ള അമ്മമാർക്കും വർക്കിംഗ് വുമൻസിനൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റിയ ക്ലാസ്സാണ്, നല്ല ക്ലാസ്സാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഉൾപ്പെടുന്ന അമ്മമാരുടെ ബാച്ചുണ്ട്, കുഞ്ഞുപിള്ളേരുടെ ബാച്ചുണ്ട്, അതുകൂടാതെ വേറൊരു ബാച്ചുണ്ട്. അങ്ങനെ ഏജ് വൈസ് ഒക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ ക്ലാസ്സിനെ കുറിച്ച് പറയാം, നമുക്ക് ഭരതനാട്യത്തിൻ്റെ ബേസിക്സ്, അതുകൂടാതെ തന്നെ മുദ്രകളിൽ വന്ന ഡിഫറൻസ്, ഇപ്പോൾ കുച്ചിപ്പുടിയിൽ എങ്ങനെയാണ് മുദ്ര പിടിക്കുന്നത്, ഭരതനാട്യത്തിൽ എങ്ങനെയാണ് മുദ്ര പിടിക്കുന്നത്, അങ്ങനെയുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ പാർവതി ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, നമുക്ക് പഠിക്കണം എന്ന് തന്നെ തോന്നും. പിന്നെ അതുകൂടാതെ തന്നെ ക്ലാസിക്കൽ ഡാൻസും ചെയ്യിപ്പിക്കുന്നുണ്ട് ഞങ്ങളെ കൊണ്ട്. അപ്പോൾ മുദ്രകളും ബേസിക്കായിട്ടുള്ള ഭരതനാട്യവും അതുപോലെ തന്നെ ക്ലാസിക്കൽ ഡാൻസും ചെയ്യിപ്പിക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ഡാൻസ് ഗ്രൂപ്പിൽ പഠിക്കാൻ പറ്റിയത്. വളരെയധികം സന്തോഷമുണ്ട്. തുടർന്ന് പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ദൈവത്തിനോടും പാർവതിയോടും ഒരുപാട് നന്ദിയുണ്ട്. ഹായ്, ഞാൻ വിദ്യ. എൻ്റെ സ്ഥലം കൊല്ലമാണ് കേട്ടോ. പാട്ടും ഡാൻസ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് കുറേ പഠിക്കാൻ പറ്റി, പക്ഷേ ഡാൻസ് അതെനിക്ക് പഠിക്കാൻ പറ്റിയിട്ടേ ഇല്ലായിരുന്നു. ഞാനൊരു യൂട്യൂബ് വ്യൂവറാണ്. അതിൻ്റെ അകത്തുള്ള ഡാൻസ് പ്രോഗ്രാംസ് എല്ലാം കാണാറുണ്ട്. യാദർച്ഛികമായിട്ടാണ് പാർവതിയുടെ തുളസിക്കതിർ എന്നുള്ള ആ പാട്ടിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടത്. അന്ന് തന്നെ സബ്സ്ക്രൈബും ചെയ്തിരുന്നു. അത് നോക്കി തട്ടടവും നാട്ടടവും ഒക്കെ പഠിക്കാൻ ശ്രമിച്ചെങ്കിൽ എനിക്ക് പറ്റിയിട്ടിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് പാർവതിയുടെ ഓൺലൈൻ ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞൊരു വീഡിയോ വന്നത്. അപ്പോൾ തന്നെ ഞാൻ രജിസ്റ്റർ ചെയ്തു, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പാർവതി ഇറ്റ്സ് അമേസിങ്. ഓരോന്നും സമയമെടുത്ത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി, ഒന്നും പറയാനില്ല, അത്രയും ക്ലിയർ ആയിട്ടാണ് എല്ലാം അതിൻ്റെ ബേസിക്സ് എല്ലാം പറഞ്ഞു തരുന്നത്. വളരെ ക്ലിയറാക്കി ഞങ്ങൾ പഠിക്കുന്ന വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുത്ത് അതിൻ്റെ അകത്തുള്ള മിസ്റ്റേക്സുകളൊക്കെ ക്ലിയർ ചെയ്തെന്ന് ഒരു കാര്യം തന്നെ പലവട്ടമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാം തറവായിട്ട് പഠിപ്പിച്ചിട്ട് മാത്രമേ പുതിയത് തുടങ്ങുള്ളൂ. ബേസിക്സ് കൂടാതെ സെമി ക്ലാസിക്കൽ ഡാൻസും അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഡാൻസ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇറ്റ്സ് ആൻ അമേസിങ് പ്ലാറ്റ്ഫോം. ഇത് ഓൺലൈൻ ക്ലാസ് ഇതൊരു ഭാഗ്യമാണ്. എന്നെ പോലുള്ളവർക്കൊക്കെ ഇതൊരു ഭാഗ്യമാണ് ഈ ഒരു ക്ലാസ്. പാർവതി, താങ്ക് യു സോ മച്ച് പാർവതി.
നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ഡാൻസ് ക്ലാസ് ചേരുന്നത്. അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ ക്ലാസ് ചേരുകയും പഠിക്കാൻ തുടങ്ങിയത്. എല്ലാ കാര്യങ്ങളും വൃത്തിയായി പറഞ്ഞു തരുന്നു, തെറ്റുകൾ തിരുത്തി പറഞ്ഞു തരുന്നുണ്ട്. കൂടാതെ പ്രാക്ടീസ് വീഡിയോ അയച്ചു കൊടുത്താൽ അതേ തെറ്റുകൾ തിരുത്തി ഞങ്ങൾക്ക് നന്നായി പഠിക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായി ഓൺലൈൻ ക്ലാസ്. താങ്ക് യു. ഹായ്, ഞാൻ പ്രിയ. പാർവതി ഡാൻസ് സ്റ്റുഡിയോയുടെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൽ ടീച്ചിങ് മെത്തേഡ് ഓരോ സ്റ്റെപ്പും നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്നും അറിയാത്ത, ഡാൻസിനെ കുറിച്ച് ഒരു ബേസും ഇല്ലാത്തവർക്ക് പോലും പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കിയെടുക്കത്തക്ക രീതിയിലായിരുന്നു എക്സ്പ്ലനേഷൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഡാൻസ് പഠിക്കണമെന്നുള്ള ആഗ്രഹം മുമ്പുണ്ടായിരുന്നു. അത് ഇച്ചിരി കൂടെ കൂടുകയും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഞങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത വരികയും അങ്ങനെ ഞാൻ ടീച്ചറിനെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തത്. ടീച്ചറിനെ കോൺടാക്റ്റ് ചെയ്തു, ക്ലാസ്സിന് ജോയിൻ ചെയ്തു. നല്ല രീതിയിൽ തന്നെ ക്ലാസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഓരോ ക്ലാസ്സും ഓരോ ബേസും നമുക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ചു തരികയും മനസ്സിലാക്കാത്ത പോർഷൻ നമ്മൾ ചോദിക്കുമ്പോൾ പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾക്ക് വീഡിയോയും ഓരോ ക്ലാസ്സിൻ്റെ വീഡിയോ നമുക്ക് അയച്ചു തരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നല്ല രീതിക്ക് നമുക്കത് പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് നല്ല രീതിക്ക് പഠിക്കാനും കഴിയുന്നുണ്ട്. ഇങ്ങനെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ കിട്ടുക എന്ന് പറഞ്ഞത് ഭാഗ്യം തന്നെയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ വളരെ ഹാപ്പിയാണ് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിൽ. എൻ്റെ പേര് പ്രിയങ്ക. ഞാൻ പാർവതിയുടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റാണ്. വളരെ നല്ല ക്ലാസ്സാണ്, പറയാതിരിക്കാൻ വയ്യ. കാരണം ചെറിയ പ്രായത്തിലൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഇങ്ങനെ ഒരു ഡാൻസ് ക്ലാസിക്കലായിട്ട് കുറച്ച് ഇതിൻ്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടായിരുന്നു. അപ്പം അന്നത്തെ സാഹചര്യം കൊണ്ട് അതിന് സാധിച്ചില്ല. എന്നാൽ ഇപ്പം പ്രായം ഒരുപാട് മുന്നോട്ടേക്ക് വന്നു. അപ്പം ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതോട് കൂടി ആ ഒരു ടെൻഷൻ ഇല്ലാതായി. കാരണം വളരെ നന്നായിട്ട് അതിൻ്റെ ഓരോ ബേസിക്കായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓൺലൈനായിട്ട് പറഞ്ഞു തരുകയും അതിൻ്റെ നമുക്ക് എടുക്കുന്ന ഭാഗങ്ങൾ അതിൻ്റെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രാക്ടീസ് വീഡിയോ, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ വീഡിയോ നോക്കിയിട്ട് വീണ്ടും നമുക്ക് കറക്റ്റ് ചെയ്യാനും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രാക്ടീസ് വീഡിയോ നമുക്ക് അങ്ങോട്ട് അയച്ച് അതിൻ്റെ റിസൾട്ടും അപ്പം നമുക്ക് പറഞ്ഞു തന്ന് എന്താ പറയുക നല്ലൊരു രീതിയിൽ ഓഫ്ലൈനിൽ എങ്ങനെയാണോ ക്ലാസ് ഉണ്ടാവുക അതിൻ്റെ അതേ രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല ക്ലാസ്സാണ്. അപ്പം ഇനിയും ഒരുപാട് കുട്ടികൾക്ക് ഇതുപോലെ പറഞ്ഞു കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിനീത, കണ്ണൂരാണ് സ്വദേശം. ഞാനും ഓൺലൈൻ ക്ലാസ്സിന് ചേർന്ന് നൃത്തം അഭ്യസിക്കുന്നുണ്ട്. നൃത്തത്തെ സ്നേഹിക്കുന്നവർക്കും ആഗ്രഹമുള്ളവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. നൃത്തം അഭ്യസിക്കുന്നതിന് പ്രായം ഒരിക്കലും ഒരു തടസ്സമേ അല്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഞങ്ങളെ എല്ലാ വിഷമങ്ങളും മനസ്സിലാക്കി അറിവ് പറഞ്ഞു തരുന്ന നല്ലൊരു ടീച്ചറെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളും അത് പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. Thanks. Hi, I'm Sneha. I'm on my 44 years. It was my long wish to learn dance. I think now almost it is going to fulfill. How you know? With the help of Miss Parvati. She's a fabulous dancer. She started a new venture. No worries, wherever you are, you can learn the dance through online from any part of the world. Now I am also one of her students. I'm really happy and satisfied. Talking about her, the first and foremost thing is the way of her teaching. Yes, the simplicity, which makes you understand clear and very well. And it is an effective way. You know, her communication skill, that is appreciable. Moreover, her hard work, her dedication and passion, these all affected in our learning. So I am very thankful and grateful to Miss Parvati to be as my teacher. So once again, thanks a lot, Parvati. We all love you. Stay blessed.